സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു കുട്ടിയാനയാണ്. അതായത് ഈ കുട്ടിയാന പരിശീലകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൈകാട്ടി വിളിച്ചപ്പോൾ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ചെന്നു. പക്ഷേ പരിശീലകൻ ചില കുസൃതികൾ കാണിച്ചു. കുട്ടിയാനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായി എന്നതാണ് ദൃശ്യങ്ങൾ കണ്ടാൽ തോന്നുന്നത്. നമുക്ക് കണ്ടുനോക്കാം. ശ്രീധരനുണ്ട് നമുക്കിപ്പോൾ. ശ്രീധര, രസകരമായ കാഴ്ചയാണ് ഈ നമ്മളിപ്പോഴും മലയാളികൾ പറയുന്നതാണല്ലേ, കടൽ ആന മോഹൻലാൽ എത്ര കണ്ടാലും മറക്കാത്ത. പോയി പ്രത്യേകിച്ച് ഒരു കുട്ടിയാനയാകുമ്പോൾ കണ്ടുകൊണ്ടേയിരിക്കും. ഇത് എവിടെയാണ് സംഭവം? വളരെ ക്യൂട്ടായിട്ടുള്ള വീഡിയോ എന്നൊക്കെ നമ്മൾ പറയും. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വളരെയധികം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇത് ആ കുട്ടിയാന നടന്നു വരുന്നതിൻ്റെ പരിശീലകനാണ്. അതൊരു പാർക്കാണ്, അതായത് ദേശീയോദ്യാനമാണ്. അവിടെ നിന്നാണ് ഈ കുട്ടിയാനയുടെയും അതുപോലെ തന്നെ ഈ പരിശീലകൻ്റെയും ദൃശ്യം വരുന്നത്. കുട്ടിയാന ഓടി വരുമ്പോൾ, നമ്മൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി വരുമ്പോൾ അതിൻ്റെ മാതാപിതാക്കളോ അതിൻ്റെ അത്രയും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകാട്ടും. ആ കൈകാട്ടുമ്പോൾ കുട്ടിയെ ഇങ്ങനെ അടുത്തെത്തിയാൽ നമ്മൾ മാറിക്കളഞ്ഞാൽ കുട്ടിക്കൊരു പിണക്കം ഉണ്ടാവും. ഏതായാലും ഇത് കുട്ടിയാൽ ആനയാണ്. ആനയ്ക്കും അത്തരത്തിലൊരു പിണക്കമുണ്ടായി. ഈ കെയർ ടേക്കറായിട്ടുള്ള ഈ വ്യക്തി ഈ ആന ഓടി വരുമ്പോൾ, കുട്ടിയാന ഓടി വരുമ്പോൾ കൈ കാണിച്ച് അതിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ആന ഓടി വന്നപ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് അതിനൊന്ന് കളിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അയാൾ അവിടെ നിന്ന് മാറി. ഇതിന് ആന പെട്ടെന്ന് പിണങ്ങി ഒന്ന് പിന്തുടഞ്ഞ് മാറി. ചെറിയൊരു ആക്ഷനൊക്കെ കാലുകൊണ്ടൊക്കെ, ഇടത്ത് കാലുകൊണ്ടൊക്കെ ഒരു ചെറിയൊരു ആക്ഷനൊക്കെ കാണിച്ച് ആന അങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നീട് ഇയാൾ വീണ്ടും പിന്നാലെ പോയി ഇതിനെ വിളിക്കുന്നതൊക്കെയുണ്ട്. അങ്ങനെ വളരെ ഒരു സന്തോഷം, വളരെ കൗതുകമൊക്കെ നിറഞ്ഞ ഒരു വീഡിയോ ആണ് ഇത്. ഇത് ഈ ചെറിയ കുട്ടികളെ പോലെ തന്നെയാണ് ഈ കുട്ടി ആനയും പെരുമാറുന്നത്. അതായത് മനുഷ്യൻ്റെ ഒരു കുട്ടി എങ്ങനെയാണോ അതുപോലുള്ള ഒരു പ്രതികരണമാണ് ഈ ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും അയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് അടിയിൽ നിറയെ കമൻറ്റുകൾ, ഈ ദൃശ്യത്തിനടിയിൽ നിറയെ കമൻറ്റുകൾ വരുന്നുണ്ട്. അയാൾക്ക് ഒന്നതിനെ കെട്ടിപ്പിടിക്കായിരുന്നു, ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയരുത് എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകളാണ് ഇതിനെ കമൻറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഏതായാലും ഇതൊരു വളരെ രസമുള്ളതും വളരെ കൗതുകമുള്ള ആ ഒരു കാഴ്ച തന്നെയാണിത്. ശരി, എന്തായാലും നമ്മൾ ഈ ഇത്തരം ദൃശ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിൻ്റെ ഒരു സന്തോഷവും ഒക്കെയാണ് അല്ലേ. നമ്മുടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ ഉപകരിക്കും. പ്രത്യേകിച്ച് ആനയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ശരി ശ്രീധര.